നേപ്പാളിൽ വീണ്ടും സംഘർഷം. ജയിൽ ചാടിയ തടവുകാർക്ക് നേരെ സൈന്യം വെടിവെച്ചു. 2 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. ആഭ്യന്തര സംഘർഷത്തിനിടെ 15,000-ഓളം പേർ ജയിൽ ചാടിയതായാണ് റിപ്പോർട്ട്. 3 ജില്ലകളിൽ നിരോധനാജ്ഞ നീട്ടിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ഇപ്പോഴൊരു താൽക്കാലിക ഭരണ സംവിധാനം രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി പ്രതിഷേധങ്ങൾക്കൊക്കെ അയവ് വന്നിട്ടുണ്ട്. ഈ ജയിൽ ചാട്ടം എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങൾക്കിടയിലാണോ? ബൽറാം, വിവരങ്ങൾ എന്താണ്? റിജിത്ത്, നേപ്പാളിൽ കഴിഞ്ഞ ദിവസം തീർത്തും സമാധാനപരമായിരുന്നു സാഹചര്യം. എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും ഒരു സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാഠ്മണ്ഡുവിലെ ജയിലിൽ നിന്നും ചാടിയ തടവുകാർക്ക് നേരെ സൈന്യം വെടിയുതിർത്തിരിക്കുകയാണ്. ഈ വെടിവെപ്പിൽ 2 പേർ മരിച്ചിരിക്കുന്നു, 12 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അതേസമയം മറ്റിടങ്ങളിലെല്ലാം തന്നെ സാഹചര്യം ഇന്നും സമാധാനപൂർവ്വമാണ് എന്നാണ് സൈന്യം അറിയിക്കുന്നത്. ഇന്ന് താൽക്കാലിക ഭരണകൂടം ചീഫ് അഡ്മിനിസ്ട്രേറ്ററായി ഇന്ന് മുൻ സുപ്രീം കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ചുമതല ഏറ്റെടുക്കും. ഒരു താൽക്കാലിക ഭരണകൂടം എന്ന നിലയ്ക്കാണ് ചുമതല ഏറ്റെടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊതു മിനിമം പരിപാടിയിലൂടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുമാണ് തീരുമാനം. അതിനു മുൻപായി പുതിയ ഭരണഘടന തയ്യാറാക്കും എന്നാണ് സൈന്യവും ഒപ്പം തന്നെ ഈ പ്രതിഷേധക്കാരും തമ്മിൽ നടത്തിയ ചർച്ചകളിൽ ധാരണ ആയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേപ്പാളിൽ കുടുങ്ങിയ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്ക് മടങ്ങിയെത്തുന്നതിനായി ഇന്ന് പ്രത്യേക വിമാന സർവീസുകൾ നടത്തും. അത് എയർ ഇന്ത്യയും ഒപ്പം തന്നെ ഇൻഡിഗോ കമ്പനിയുമാണ് പ്രത്യേക സർവീസുകൾ നടത്തുക. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഈ പ്രത്യേക സർവീസുകൾ ഇന്ന് നടത്തുന്നത്. ഈ യാത്രക്കാരിൽ നിന്നും അമിത ചാർജ് ഈടാക്കരുത് എന്നും ന്യായമായ തുക മാത്രമേ ഈടാക്കാനാകൂ എന്നുമുള്ള നിർദ്ദേശം വച്ചിട്ടുണ്ട്. നാളെ മുതൽ ഈ ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്നുള്ള സാധാരണ നിലയിലുള്ള സർവീസുകൾ പുനഃസ്ഥാപിക്കപ്പെടും എന്നാണ് വിമാനത്താവള അധികൃതർ അറിയിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.